നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഒരു ആശ്വാസമൊന്നുമില്ലാത്തൊരു വാർത്ത തന്നെയാണ് സർ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം അതിന്റെ ആണവ നിലയം വരെ ഇസ്രയേൽ തകർത്തു എന്നുള്ള രീതിയിലും ഈ ഇസ്ലാമിക ജിഹാദിസത്തിന് കോപ്പ് കൂട്ടി കൊടുക്കുന്ന അതല്ലെങ്കിൽ എല്ലാ ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന അവരുടെ ഒരു നേതാവ് വധിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വാർത്തകൾ കേൾക്കുന്നു. കാരണം ആണവ നിലയത്തെ തൊട്ട് കഴിഞ്ഞാൽ മറ്റൊരു ലോകമഹായുദ്ധം കൂടി പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ മുൻപേ തന്നെ ഇറാൻ പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരതം ഒരു വിമാനാപകടം കഴിഞ്ഞ് അതിന്റെ ആ ഒരു വേദനയിൽ രാജ്യം ഒന്നടങ്കം വേദനയൂർന്ന ഈ നിമിഷത്തിൽ എങ്ങനെയാണ് സർ ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്? ഇവിടെ ഈ വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഇറാന്റെ ആണവ നിർമ്മാണ സംവിധാനങ്ങൾ പരിശോധിക്കണം എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി ആവശ്യപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കേവലം ഒരു രാഷ്ട്രീയ യുദ്ധം എന്നത് മാത്രമല്ല. അതായത് എന്തിനു വേണ്ടിയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത്? അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇസ്രയേൽ എന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അത് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധമാണെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ആ യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ടാവും. അത് മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയായിരിക്കും. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായത് മതപരമായ ലക്ഷ്യം നേടാൻ വേണ്ടിയല്ല. അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധം മതപരമായ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയല്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്യുന്നത് മതപരമായ ലക്ഷ്യം നേടാനാണ്. എന്താണ് മതപരമായ ലക്ഷ്യം? അതായത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഒരാളിനെ കൊന്നാൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവരാജ്യം കിട്ടും, സ്വർഗത്തിലെത്താം. ഇത്രയേ ഉള്ളൂ, അതിൽ കൂടിയ യാതൊരു ലക്ഷ്യവുമില്ല. അപ്പോൾ യഹൂദന്മാരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ജനനമെടുത്ത മതമാണ് ഇസ്ലാം മതം. ഒരു ഇസ്ലാം ആയിരിക്കുന്ന വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ഏതാണ്? ഇസ്ലാം മതം അവരെ പഠിപ്പിച്ചിരിക്കുന്നത് യഹൂദനെ കൊല്ലുക, ഇനി അഥവാ യഹൂദനെ കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ അവിശ്വാസിയായ മുസ്ലിം അല്ലാത്ത അമുസ്ലിമിനെ കൊല്ലുക. അപ്പൊ അമുസ്ലിമിനെ കൊന്നാൽ സ്വർഗരാജ്യം കിട്ടും. ഇതാണ് ഇസ്ലാം മതത്തിന്റെ പരമപ്രധാനമായ പ്രബോധനം. ഇത് ഏറിയും കുറഞ്ഞും പല രീതികളിലും പലരും പഠിപ്പിക്കുന്നു, പലരും അത് പാലിക്കുന്നു, നടപ്പിൽ വരുത്തുന്നു. അത് ഏറ്റവും ക്രൂരമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നവരെ തീവ്രവാദികൾ എന്ന് നാം വിളിക്കുന്നു. അത് സൗമ്യമായി നടപ്പിൽ വരുത്തുന്നവരെ തീവ്രവാദികളാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ വളരെ വളരെ വൈകിപ്പോകുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത്? ഇറാൻ ഒരു ആണവ രാജ്യമായി മാറുകയാണ്, ആണവ ശക്തി സമ്പാദിക്കുകയാണ്, അണുബോംബ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 9 അണുബോംബ് ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഈ 9 അണുബോംബുകളും ഉപയോഗിച്ച് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുക, യഹൂദന്മാരെ ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുക, അങ്ങനെ ഇറാനിലുള്ള എല്ലാവർക്കും സ്വർഗരാജ്യം റിസർവ് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഫലം? യഹൂദന്മാര് ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നിരിക്കട്ടെ, യഹൂദന്മാര് മുഴുവൻ കൊന്നുകളഞ്ഞു. ഇസ്ലാം സമാധാനത്തോടു കൂടി ജീവിക്കുമോ? ഒരിക്കലുമില്ല. യഹൂദന്മാര് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാരെ കൊല്ലണം. അത് ക്രിസ്ത്യാനി ആവാം, അത് ഹിന്ദു ആകാം, ബുദ്ധനാവാം, ജൈനനാകാം, സിഖാവാം, ആരുമാവാം. അതായത് അമുസ്ലിമായിട്ടുള്ള ആരും ജീവിച്ചിരിക്കാൻ പാടില്ല. അവരൊന്നും ജീവിക്കാനുള്ള അവകാശം ഉള്ളവരല്ല. അമുസ്ലിങ്ങൾ മരണപ്പെടേണ്ടവരാണ്, കൊല്ലപ്പെടേണ്ടവരാണ്. അങ്ങനെ അമുസ്ലിങ്ങളെ കൊന്നാൽ മുസ്ലിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും. ഈ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമിനെ ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, അതൊരു മതവിശ്വാസമല്ലേ? അതൊരു മതവിശ്വാസമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇസ്ലാമിനും മതവും രാജ്യം എന്ന് പറയുന്നത് രണ്ടല്ല. ഇപ്പൊ ഹിന്ദുവിനെ സംബന്ധിച്ച് മതം വേറെ, രാജ്യം വേറെ, മതം വേറെ, രാഷ്ട്രീയം വേറെ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ആ രീതിയിൽ ചിന്തിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതൽ. അതായത് മതം വേറെ, രാഷ്ട്രീയം വേറെ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അതാണ് ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാട്. എന്നാൽ മുസ്ലിമിൽ ആ കാഴ്ചപ്പാടില്ല. മുസ്ലിമിന് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, മതവും രാഷ്ട്രീയവും ഒന്നാണ്. അതായത് പൂർണ്ണമായും ഇസ്ലാമിന്റെ നിയമത്തിന്, ശരിയാ നിയമത്തിന് കീഴടങ്ങി അല്ലാതെ ഒരു മനുഷ്യനും ഒരു രാജ്യവും സൃഷ്ടിക്കാൻ പാടില്ല.
അതുകൊണ്ട് ശരിയായ നിയമത്തിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ശരി, അല്ലാത്തതെല്ലാം തെറ്റ്. ഈ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ നയിക്കുന്നത്. അതുകൊണ്ട് യഹൂദ രാജ്യം ഇല്ലായ്മ ചെയ്യണം, യഹൂദന്മാരില്ലായ്മ ചെയ്യണം. അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ പറയാൻ ഭയമാണ്. കാരണം സംഘടിത വോട്ട് കേരളത്തിൽ യഹൂദന്മാരല്ല, മുസ്ലിങ്ങളാണ്. നേരെ മറിച്ച് കേരളത്തിൽ യഹൂദന്മാർ 30%, മുസ്ലിങ്ങൾ ഇല്ലായിരുന്നെങ്കിലോ ഇവരെല്ലാം ഇസ്രായേലിന്റെ കൂടെ കൂടുമായിരുന്നു. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക പിന്തുണ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക ഈ ആക്രമണത്തെ പിന്തുണച്ചിരിക്കുന്നു, പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു, എല്ലാ വിധത്തിലുള്ള വിജയവും ആശംസിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന്റെ ഒപ്പമുണ്ട്. അത് പ്രത്യക്ഷമായി വരാൻ അധികം താമസമൊന്നും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇല്ലായ്മ ചെയ്യുക തന്നെ ആയിരിക്കും ഇതിന്റെ ആത്യന്തികമായ ഫലം. പക്ഷേ അതുകൊണ്ട് വിഷയം അവസാനിക്കുകയില്ല. ലോകമെമ്പാടുമായി പരന്നു കിടക്കുന്ന ഇസ്ലാമിക ജനസമൂഹം സമാധാനപ്രിയരും ശാന്തരും ആണ്, സാത്വികരാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്നവർ ചാവേർ ബോംബുകളായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല. അത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ, അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ ആവർത്തിക്കപ്പെട്ടേക്കാം. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളും ഒക്കെ ആയിട്ട് ആക്രമിക്കപ്പെട്ടേക്കാം. കാരണം അതിനുള്ള ബുദ്ധിയൊക്കെയാണ് ഇവർക്ക് മദ്രസകളിൽ നിന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതും അതിനുള്ള കാര്യങ്ങളാണ് ഖുറാനിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഗോള സമാധാനം വീണ്ടും അകലെയായി പോകും. അതുകൊണ്ട് ആഗോള സമാധാനം നമുക്ക് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ രാഷ്ട്രങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ടതായി വരും. അതാണിപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ട ഒരു വിഷയമല്ല. കാരണം നമ്മുടെ രാജ്യവും രണ്ടായി വിഭജിക്കപ്പെട്ടത് ഈ മതത്തിന്റെ പേരിലാണ്. ഇപ്പോഴും നമ്മൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പ്രതിരോധിക്കേണ്ടി വരുന്നതും മതത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് മറ്റുള്ളവനെ കൊന്ന് എനിക്ക് സ്വർഗരാജ്യത്ത് പോകാം എന്ന് പഠിപ്പിക്കുന്ന ലോകത്തെ ഒരേ ഒരു മതം, ആ മതം അപകടകാരിയായി നിൽക്കുന്നിടത്തോളം കാലം ലോകത്തെ ഏത് രാജ്യത്തിനും ജാഗ്രതയോടുകൂടി ഇരുന്നേ പറ്റൂ. ഏത് ജനവിഭാഗത്തിനും, അമുസ്ലിമായിട്ടുള്ള എല്ലാ ജനവിഭാഗത്തിനും ഈ ജാഗ്രത പുലർത്തിയേ പറ്റൂ. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. അതിനെയാണ് അമേരിക്ക പിന്തുണച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് വേണ്ടിയോ അമേരിക്കയ്ക്ക് വേണ്ടിയോ മാത്രമല്ല, മുഴുവൻ മാനവരാശിക്കും, മുഴുവൻ അമുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ള നിലപാടാണ് എന്നതാണ് സത്യം. സാർ, നമ്മൾ കണ്ടു ഇപ്പോ പാകിസ്ഥാനെതിരെ ഭാരതം സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ ഭാരതത്തിന്റെ 26 പൗരന്മാരെ മതം ചോദിച്ചുകൊണ്ട് തുണി പൊക്കി നോക്കിക്കൊണ്ട് മുസ്ലിമാണോ അല്ലെങ്കിൽ ഹിന്ദുവാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കലിമ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കൊന്നൊടുക്കിയ ആ ചരിത്രം നമ്മൾ കണ്ടു. അന്ന് ഭാരതം ഇന്റർനാഷണൽ വേദികളിലെല്ലാം തെമ്മാടി രാഷ്ട്രം എന്ന് പച്ചയ്ക്ക് തന്നെ പാകിസ്ഥാനെ വിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തെമ്മാടി രാഷ്ട്രത്തിന് ഒന്നും മിണ്ടാൻ പറ്റാത്തതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ, ഇന്നിപ്പോൾ ഇസ്ലാമിക ജിഹാദികളുടെ തലസ്ഥാനം ഈ പറയുന്ന ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ കേരളമാണോ എന്ന സംശയം പോലെ തന്നെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ എല്ലാ കാലത്തും തെമ്മാടി രാഷ്ട്രം, ഇറാനെതിരായ ആക്രമണം ലോക സമാധാനം നശിപ്പിക്കുന്ന നടപടി, ഈ രീതിയിൽ ഈ ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചുകൊണ്ട് രംഗത്ത് വരിക. തന്റെ പെറ്റ രാജ്യം, താൻ ഈ തിന്നുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം ഈ രാജ്യത്താകുമ്പോൾ ഈ രാജ്യത്തെ ആക്രമിച്ച പാകിസ്ഥാനെ പറയാത്ത പിണറായി വിജയൻ ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം നമുക്ക് അറിയുന്നതാണ്. എന്നിരുന്നാൽ കൂടി ഇയാളുടെ ഈ ഇരട്ടത്താപ്പിനെ കൂടി എങ്ങനെയാണ് സാർ നോക്കി കാണുക? അതിപ്പോ അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകുകയും ഇന്ത്യ ഇസ്രയേലിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇന്ത്യ ഇസ്രയേലിന് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ ഒരു മടിയും കാണില്ല ഈ പിണറായി വിജയന്. കാരണം പിണറായിയുടെ ചോറ് ഇങ്ങും കൂറ് അങ്ങുമാണ്. കാരണം പിണറായി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നത് ജിഹാദികളാണ്. അതുകൊണ്ട് ജിഹാദികൾ പറയുന്നതനുസരിച്ച് ആടാനല്ലാതെ പറയാനല്ലാതെ പിണറായിക്ക് യാതൊരു നിർവാഹവുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഇവിടെ ജിഹാദികൾക്ക് വേണ്ടി നിലകൊണ്ട്, ജിഹാദികൾക്ക് വേണ്ടി ഭരിച്ച്, ജിഹാദികൾക്ക് വേണ്ടി മരിച്ച് അങ്ങ് സ്വർഗത്തിൽ പോയി ഹൂറികളോടൊപ്പം എത്താം എന്നതായിരിക്കും പിണറായി വിജയന്റെയും ലക്ഷ്യം. അതുകൊണ്ട് പിണറായിയുടെ ലക്ഷ്യവും ഇസ്ലാമിക ഭീകരവാദികളുടെ ലക്ഷ്യവും ഒന്നാണ്. രണ്ടുപേർക്കും വേണ്ടത് ഹൂറികളെ തന്നെയാണ്.
ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് സാർ, നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന ഈ ഇലക്ഷനിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, യുദ്ധം നടക്കുന്നത് എന്ന് പറഞ്ഞു. അതിലൊരു വിഭാഗമാണ് ഇസ്ലാമിക ജിഹാദിസം, ഇസ്ലാമിക ഭീകരത എന്നുള്ളതും, മറ്റൊരു വിഭാഗം ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം എന്നുള്ളതും. ഈ യുദ്ധം പോലെ തന്നെ ഇനിയിപ്പോ ഒരു ലോക മഹായുദ്ധം വരികയാണെങ്കിലും ഇത് തന്നെയായിരിക്കും ഇതിന് നടുവിലെ ഒരു മാനദണ്ഡം എന്നുള്ളത് നമ്മൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മത്തിന്റെ പക്ഷത്ത് ആരൊക്കെ നിൽക്കും സർ? ഈ ജിഹാദിസത്തിന് വേണ്ടി ആരൊക്കെ നിലകൊള്ളും സർ? അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണത്? അതായത് അടുത്ത ഒരു ലോകമഹായുദ്ധം ഈ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നതെങ്കിൽ ഒരു വശത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളും മറുവശത്ത് അമുസ്ലിമായിട്ടുള്ള എല്ലാവരും എന്ന ഒരു ചിത്രം ഉരുത്തിരിഞ്ഞു വരും. കാരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മറ്റൊന്നുമല്ല, അത് ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ്. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ തീവ്രവാദം വേറെയും ഇസ്ലാം വേറെയും എന്ന് കരുതേണ്ടതുമില്ല. എവിടെ ഇസ്ലാം ഉണ്ടോ അവിടെ തീവ്രവാദമുണ്ട്. കാരണം തീവ്രവാദമല്ലാതെ ഇസ്ലാമിന് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹമേ ഇല്ല. അങ്ങനെ സമാധാനപരമായ ജീവിതമുള്ള ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ, അതായത് ഹൈന്ദവ പാരമ്പര്യം സംസ്കാരം ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ഏറെ വൈകാതെ ഈ പറഞ്ഞ ജിഹാദികളുടെ പിടിയിലേക്ക് അമരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. കാരണം സമാധാനപൂർണമായി മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന ജിഹാദികൾ പിടിമുറുക്കിയിട്ടുണ്ട്. അവരുടെ രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. എന്നാൽ ഇതിന്റെ ഗൗരവം അനുഭവിച്ച് പഠിച്ച ആൾക്കാരുണ്ട്. അതായത് സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് പോകണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെയും ശല്യമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെയുള്ള ബർമ്മ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിമിനെ പോലും അവരുടെ രാജ്യത്തേക്ക് കടത്തേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് അവർ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ തീവ്രവാദം വളർത്തുന്നുണ്ട്. അത് അവരുടെ സ്വൈര്യ ജീവിതത്തിന്, അവരുടെ ബിസിനസ്സിന്, അവരുടെ ഭാവിക്ക് ആപത്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധന്മാരെയും ഒക്കെയാണ് പുരോഗതി പ്രാപിച്ച ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലിക്കെടുക്കുന്നത്. കാരണം അവർ വന്നാൽ രാജ്യം കുട്ടിച്ചോറാക്കില്ല. സമാധാനപരമായി ജോലി ചെയ്ത് കിട്ടുന്ന കാശും കൊണ്ട് അവരുടെ നാട്ടിലോ വീട്ടിലോ പൊയ്ക്കോളും. ഇതാണ് ഇന്ന് ഈ പുരോഗമനം ആഗ്രഹിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാം സാറേ, പാകിസ്ഥാൻ കുറെ കാലങ്ങളായിട്ട് നമ്മളോട് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ആണവ ബോംബ് വർഷിക്കും, അതല്ലെങ്കിൽ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത്. ഭാരതം അതിന്റെ നട്ടെല്ലോടെ പണ്ട് മുതൽ ഇന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരിക്കലും ഭാരതം ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്നുള്ളത്. ആ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെ നിന്ന് ഇന്നിപ്പോൾ ഭാരതം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം, ഇസ്ലാമിക കൊടുംഭീകര രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ ആണവാലയങ്ങളെ പോലും നിരായുധീകരണം നടത്തിയിട്ടുണ്ട്, ആണവായുധീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്കൊക്കെ ഏകദേശം മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ യുദ്ധത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഇറാന്റെ ഈ ഒരു ഭീഷണി ലോകത്തിനൊന്നടങ്കം ഭീഷണിയാണെന്നറിയാം. കാരണം ഇവർക്ക് തലയും വാലും നോക്കാനില്ലാതെ എല്ലാവരെയും ആക്രമിക്കുക, കൊന്നൊടുക്കുക, എന്നിട്ട് ഞമ്മന്റെ രാജ്യം വരിക എന്ന സ്വപ്നമായതുകൊണ്ട് തന്നെ ഇവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ അത് പ്രയോഗിക്കുമോ സർ? അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇസ്രയേൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആക്രമിച്ചത്? അപ്പോൾ അവർ പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആറ്റം ബോംബ് നിർമ്മാണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ അധികം നാളുകൾ വേണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ അവരത് നേടിയെടുക്കും. അങ്ങനെ നേടിയെടുത്താൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരുപക്ഷെ അവർ ആക്രമിക്കുന്നത് ഇസ്രയേലിനെ ആയിരിക്കും. അങ്ങനെ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇസ്രയേൽ ഇല്ലാതാവും. അങ്ങനെ ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളും അവർ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിക രാജ്യത്ത് നടത്തുന്ന ആണവ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും എല്ലാം ഒരൊറ്റ കാര്യത്തെ മുൻനിർത്തിയാണ്, അത് ആറ്റം ബോംബ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ആറ്റം ബോംബ് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കാനുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വയരക്ഷ നോക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഉദ്യമം പരാജയപ്പെടുത്തും. അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതായത് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ പിന്നെ ഇസ്രയേൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, രണ്ട് രാജ്യങ്ങളിലായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ അണുവായുധം ഉണ്ടായിരുന്നത്.
അത് പാകിസ്ഥാൻ. അത് തീർച്ചയായിട്ടും ഇന്ത്യ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇനി അവർക്കൊരു 10 കൊല്ലത്തേക്ക് അണവായുധമൊന്നും മിണ്ടാൻ പോലുമുള്ള യാതൊരു സാധനവും ബാക്കിയില്ല. അതുപോലെ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ നടന്നിരിക്കുന്ന ആക്രമണത്തോടു കൂടി യഥാർത്ഥത്തിൽ ഇറാനിലും അത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. ഏതായാലും അമേരിക്കയുടെ പിന്തുണയോടെ അടിച്ചിരിക്കുന്ന അടിയായതുകൊണ്ട് പഴുതടച്ച് കൊടുത്തിട്ട് കാണും. അതുകൊണ്ട് ഇനി അണുവായുധം ഉണ്ട് എന്ന് പറയുന്ന വീമ്പിളക്കാനുള്ള ഒരു സാധ്യതയും ഇറാന് അവശേഷിക്കുന്നുണ്ടാവില്ല. മറ്റൊന്നാണ് സാർ, നമ്മുടെ പെറ്റ രാജ്യം എന്റെ ഭാരതം, നമ്മുടെ ഭാരതം നശിച്ചാലും വേണ്ടില്ല, ഞമ്മന്റെ രാജ്യം ഇവിടെ പുലരണം. അതല്ലെങ്കിൽ അന്യ മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് വിജയം വേണം, അത് ഭാരതീയർ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല, ഭാരതം നശിച്ചാലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന മലയാളി ജിഹാദികളോട് ആ ഭാഷയിൽ തന്നെ പറയേണ്ടതുണ്ട് സാർ. ഇവിടെ മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരന്മാരാണെന്ന് നമ്മൾ പറയുന്നില്ല, ജിഹാദികളാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ജിഹാദികളും ഭീകരവാദികളും എല്ലാം മുസ്ലിങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്ന ആളുകളെല്ലാം. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ജയ് ശ്രീറാം വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് ഒരു പുതിയൊരു ടൂളിനെ ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ടൂൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ കേരളത്തിൽ, ഈ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട്, ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ കുരയ്ക്കുക, ഇവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സുഹൃത്ത് രാജ്യത്തെ പഴിക്കുക, അത് മതത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സർ ഇവരോട് ഒരു സന്ദേശമായിട്ട്, അതല്ലെങ്കിൽ താക്കീതായിട്ട് എങ്ങനെയാണ് ഭാരതത്തിന്റെ ആ ഒരു ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ അങ്ങ് പറയുക? അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ, ഭാരതത്തിൽ ഇത്തരം ശബ്ദങ്ങൾ ഉയരുന്നത്? മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ട് പാകിസ്ഥാൻ പകുത്തു കൊടുത്തിട്ട് ബാക്കിയുള്ളിടത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ ഒരുങ്ങുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. പക്ഷെ അവിടെ സമാധാനം കൊടുക്കുകയില്ല എന്ന തീരുമാനത്തോടു കൂടി രാജ്യത്തിനകം യുദ്ധക്കളമാക്കി മാറ്റുന്ന ജിഹാദികൾ, ആ ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടം ഇന്ത്യ കൊണ്ട് അവസാനിക്കാനാണ് സാധ്യത. കാരണം അവിടെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയുള്ള തിരിച്ചടി അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി. അതനുസരിച്ച് അദ്ദേഹം നടപ്പാക്കുന്നുമുണ്ട്. പാകിസ്ഥാനെ എങ്ങനെയാണോ അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്തത്, അതുപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള ജിഹാദികളെയും ഇല്ലായ്മ ചെയ്യും. ഇതിന് എല്ലാ വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള പഴുതുകളും അടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പലരും ചോദിച്ചു, തീവ്രവാദികൾക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ കടുത്ത നടപടികൾ സ്വീകരിക്കാത്തത്? കാരണം ഇന്ത്യയിലെ ഭരണഘടന മുഴുവൻ, ഇന്ത്യയിലെ ക്രിമിനൽ സിവിൽ നിയമങ്ങൾ മുഴുവൻ ജിഹാദികൾക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതായിരുന്നു എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോ ഈ മുനമ്പം വിഷയമൊക്കെ വരികയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തെ നമ്മൾ തലനാരിഴ കീറി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്ത നിയമങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഇവർ ഇതൊക്കെ കൊടുക്കുന്ന പിന്തുണ, അതായത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി ഇവർ കൊടുക്കുന്ന പിന്തുണ എത്ര ശക്തമാണെന്നറിയാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ പോയാൽ മതി. പരസ്പരം മത്സരിച്ചാണ് UDF-ഉം LDF-ഉം തീവ്രവാദികളെ തങ്ങളുടെ കൂടെ നിർത്തുന്നത്, തങ്ങളുടെ മുന്നണിയുടെ ഭാഗമാക്കുന്നത്. അപ്പോൾ ഇത്ര സുരക്ഷിതമായ ഒരു താവളം ലോകത്തവര് മറ്റൊരിടത്തും ഇല്ല. ഒരുപക്ഷെ ലോകത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് എല്ലാവിധത്തിലുള്ള ഭരണകൂട പിന്തുണയും നൽകുന്ന ഒരേ ഒരു പ്രദേശം അത് കേരളമായിരിക്കും. മറ്റു രാജ്യങ്ങളിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ ഇവിടെ മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. എന്നിട്ട് പോലും എല്ലാ വിധത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു നയം LDF-ഉം UDF-ഉം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന BJP-യെ വർഗീയവാദികളായും ഫാസിസ്റ്റായിട്ടും അവർ ചിത്രീകരിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങളും ഇലക്ട്രോണിക് മീഡിയയും ബുദ്ധിജീവികളും ചിന്തകാരും എഴുത്തുകാരും പത്രക്കാരും എല്ലാവരും അവരുടെ ശമ്പളം പറ്റി അവർക്ക് വേണ്ടി എഴുതുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഉറച്ച ഭാഷയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളത്. പലരും ഓർത്തു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണ ഭൂരിപക്ഷം ഇല്ലല്ലോ, ഘടകകക്ഷികളുടെ പിന്തുണയോടെയല്ലേ അവർ ജയിച്ചത്, ഭരിക്കുന്നത്. അതുകൊണ്ട് കടുത്ത നടപടികളൊന്നും എടുക്കാൻ ഭാരതത്തിന് കഴിവുണ്ടാവില്ല, ഉണ്ടെങ്കിലും ഘടകകക്ഷികൾ സമ്മതിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള കാര്യം വിജയിപ്പിച്ചെടുത്തപ്പോഴും അതിന്റെ വസ്തുതകൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സർവകക്ഷി യോഗം, പ്രതിനിധി സംഘം 7 എണ്ണമാണ് ഇന്ത്യ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. ഇവിടുത്തെ കൊച്ചു വെച്ച് രാഷ്ട്രീയ പാർട്ടികളടക്കം എല്ലാവരും
അതിൽ പ്രതിനിധികളായിരുന്നു. അവരൊക്കെ തന്നെ വിദേശത്ത് പോയി ഭാരതത്തിന് വേണ്ടി ആവേശപൂർവ്വം ആത്മാർത്ഥമായി പണിയെടുത്തു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് സത്യമാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു പിന്തുണ ആർജിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയില് അതിശക്തമായി മുന്നോട്ട് വരുന്ന ഈ സമയത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഭീകരവാദികളെ അടിച്ചൊതുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഹൈദരാബാദ് വിമാന അപകടത്തിൽ മരിച്ച ആൾക്കാര് ഹിന്ദുക്കളായിട്ടുള്ളവർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഇവിടുത്തെ ജിഹാദികളും ജിഹാദികളുടെ പണം പറ്റുന്ന ഹിന്ദു നാമധാരികളും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, ഒരു തഹസീൽദാർ തന്നെ ആ രീതിയിൽ സംസാരിച്ചതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ ആവർത്തിക്കാൻ കൊള്ളാത്ത വാക്കുകളായതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. എങ്കിൽ പോലും ആ തഹസീൽദാരൊക്കെ ഇടതുപക്ഷത്തിന്റെ യൂണിയനിൽപ്പെട്ടവനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇടതുപക്ഷ രക്തം ചിരകാലത്ത് കയറിയാൽ രാജ്യത്തിനെതിരെ അതുപോലെ ഉന്നത ജാതിക്കെതിരെ ഒക്കെ രക്തം തിളയ്ക്കും. കാരണം ഇവന്റെ രക്തം യഥാർത്ഥത്തിൽ ജിഹാദി രക്തമാണ്. ആ ജിഹാദി രക്തം കുത്തിവെച്ച് ഇവരെയൊക്കെ രാജ്യവിരുദ്ധരാക്കി മാറ്റാൻ LDFും UDFും പരസ്പരം മത്സരിക്കുകയാണ്. അവർക്ക് വേണ്ടി 140 MLA ഒന്നിച്ചു നിന്ന് പ്രമേയം പാസ്സാക്കുകയാണ്. അവരെ മത്സരിച്ച് LDFിലും UDFിലും ഘടകകക്ഷികളാക്കുകയാണ്. അവർക്ക് MLA സ്ഥാനം കൊടുക്കുകയാണ്, മന്ത്രിസ്ഥാനം കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ടിരിക്കുന്ന ഒരു കേന്ദ്രമല്ല നിലവിലുള്ളത് എന്ന് ഓർക്കണം. ഏത് കാര്യവും ഒരു പരിധി വിട്ടാൽ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ അവസാനം ഒരു തിരിഞ്ഞു കടിക്കലുണ്ടാകും കേന്ദ്രത്തിന്റെ. അപ്പോൾ കേരളം അതിനെ എത്ര പാലൂട്ടിയാലും തേനൂട്ടി വളർത്തിയാലും എത്ര പരിരക്ഷിച്ചാലും ഭരണഘടനയുടെയും ഭരണത്തിന്റെയും പിന്തുണയോടെ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കേന്ദ്രത്തിന്റെ അതിശക്തമായ നീക്കങ്ങൾക്ക് മുമ്പിൽ സംസ്ഥാന സർക്കാർ തന്നെ ചിലപ്പോൾ ഇല്ലെന്നായെന്നും വരും. വിമോചന സമരം കേരളത്തിന്റെ ചരിത്രമാണ് എങ്കിൽ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരിക്കലും കേരള സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ പോകുന്നില്ല. കാരണം പിരിച്ചുവിട്ടാൽ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാകും. പക്ഷെ പിരിച്ചുവിടാതെ തന്നെ ഇതേ പിണറായിയെ കൊണ്ടും ഇതേ ഭരണഘടനയിലെ ഇതേ മന്ത്രിസഭയെ കൊണ്ടും എന്താണോ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അത് ചെയ്യിക്കാൻ ശേഷിയും ശേമിഷിയും കരുത്തുമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു കേന്ദ്ര ഭരണകൂടമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വാലിൽ കുത്തിച്ചാടിയാലും ഇവിടുത്തെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളെ രക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങളുടെ പോക്കറ്റിലാണ് UDF, ഞങ്ങളുടെ കക്ഷത്തിലാണ് LDF, ഞങ്ങളാണ് UDFനെയും LDFനെയും എന്തു ചെയ്യണമെന്ന് പറഞ്ഞുകൊടുത്ത് അഡ്വൈസ് ചെയ്ത് ഉപദേശിച്ച് നിയന്ത്രിക്കുന്നത് എന്ന്. പറഞ്ഞ കാര്യമൊക്കെ ശരിയായിരിക്കാം. ഉപദേശവും അഡ്വൈസും എല്ലാം ഉണ്ടാവും, നിയന്ത്രണവും ഉണ്ടാകും. പക്ഷേ ഈ നിയന്ത്രണം ഇന്ത്യയുടെ നിലനിൽപ്പിന് അപകടകരമായ രീതിയിലേക്ക് പോകുന്ന സമയത്ത് ജിഹാദികൾ മാത്രമല്ല അകത്താകാൻ പോകുന്നത്, LDF, UDF നേതാക്കന്മാരും മന്ത്രിമാരും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിക്കൂട്ട് നിൽക്കുകയും അവസാനം അഴിക്കൂട്ടിലാവുകയും ചെയ്യുന്ന ഒരു ഭാവിയാണ് കേരളത്തെ തുറിച്ചു നോക്കുന്നത്. ഇന്ന് കാണുന്ന സാംസ്കാരിക നായകന്മാർക്കും ബുദ്ധിജീവികൾക്കും സാഹിത്യ സാംസ്കാരിക നായകർക്കും പാട്ടുപാടുന്നവർക്കും കവിത എഴുതുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ഗോതമ്പുണ്ട അകത്ത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. മാന്യപ്രേക്ഷകരെ, ഭാരതം അതിന്റെ ഒരു വേദനയിൽ തന്നെയാണ്. രാജ്യത്ത് ഒരു വിമാനാപകടം ഉണ്ടാവുന്നു. അതും തന്നെ ചരിത്രത്തിലും ആദ്യമായി ഇത്രയും വലിയൊരു ആഘാതത്തോടു കൂടിയിട്ടൊരു വിമാനാപകടം ഉണ്ടാവുന്നു. അതിൽ സന്തോഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ആഞ്ഞു തുള്ളിക്കളിക്കുന്നു. അത്തരത്തിൽ ഹിന്ദു നാമധാരി എന്നോ ക്രിസ്ത്യൻ നാമധാരി എന്നോ മുസ്ലിം നാമധാരി എന്നോ ഇല്ലാതെ രാജ്യവിരുദ്ധത മാത്രം പേറിക്കൊണ്ട് പ്രകടിപ്പിക്കുന്ന അവരുടെ DNA-യിൽ ഇന്നും ഈ ശത്രു രാജ്യമായുള്ള തെമ്മാടി രാഷ്ട്രമായിട്ടുള്ള ഇവിടെ നിന്ന് കയറിപ്പോവാൻ ബസ് കിട്ടാതിരുന്ന പാകിസ്ഥാൻ DNA തന്നെയാണെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇവനൊക്കെ അമ്മ മരിച്ചാലും പെങ്ങൾ മരിച്ചാലും അതല്ലെങ്കിൽ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും എന്ത് സംഭവിച്ചാലും ഇതേ കണ്ണോടെ മാത്രമേ കാണുകയുള്ളൂ. കാരണം അവിടെ പഠിപ്പിച്ചു വിടുന്നത് കാമം കൊണ്ട് മാത്രം കാണുക, സ്ത്രീ നിന്റെ ഒരു കൃഷിയിടമാണെന്ന് മാത്രം പഠിപ്പിക്കുന്ന ആ ശാസ്ത്രത്തിൽ നിന്ന് ഈ ശാസ്ത്രം പഠിക്കുന്ന രണ്ടും ഒരേ ശാസ്ത്രം തന്നെയാണെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അത് ഇസങ്ങൾ മാറി മാറി, അത് കമ്മ്യൂണിസമായാലും ഇസ്ലാമിസമായാലും പേരുകളിൽ മാത്രം അക്ഷരങ്ങളിൽ മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ ആശയങ്ങൾ ഒന്ന് തന്നെയാണെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ മലയാളി അടക്കമുള്ള നമ്മുടെ
നമ്മുടെ സഹോദരിയെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ, അതും ഹിന്ദു നാമധാരിയായിട്ടുള്ള പവിത്രൻ എന്ന് പറയുന്ന കാഞ്ഞങ്ങാടുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ വരെ അതിന് മുതിരുമ്പോൾ ഇവിടെ ഇനിയെങ്കിലും മനസ്സിലാക്കാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും കുറച്ചെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ജിഹാദികളുടെ വലയിൽ പെടാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ജയസൂര്യൻ സാർ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു വേദനയുടെ വക്കിൽ നിൽക്കുകയാണെങ്കിലും ഈ ഒരു ആസന്നമായിരിക്കുന്ന വലിയൊരു വിപത്ത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സാർ ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് പിന്നീട് വരാം. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.